ആഷ് ബോഷ് സർട്ടിഫൈഡ് ഫുഡ് റിഫ്ലക്സോളജിസ്റ്റ്. ഇത് പറഞ്ഞ റിഫ്ലക്സോളജിയിലുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി പറയാം. നിങ്ങൾക്ക് നോർമലായിട്ട് വരുന്ന നിങ്ങൾക്ക് ഹെഡ് ഏക്ക്, മൈഗ്രെയിൻ എന്നീ കാര്യങ്ങൾ, അഥവാ സൈനസൈറ്റിസ്. ഈ സൈനസൈറ്റിസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു മൂക്ക് അടയുകയും ഒരു മൂക്ക് ഓപ്പൺ ആവുകയും ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന അസ്വസ്ഥത, അത് കൂടുതലായിട്ടും നമുക്ക് മൈഗ്രെയിൻ, അതേപോലെ തന്നെ തലവേദന തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ ഏറ്റവും നല്ല ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ്. അഥവാ നമുക്ക് ഉപയോഗിക്കുന്നത്, നമുക്ക് മെയിനായിട്ട് നമുക്ക് മരുന്നുകളോ ലേപനങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ടെക്നിക്സാണ് ഫുഡ് റിഫ്ലക്സോളജി. ഫുഡ് റിഫ്ലക്സോളജി നിങ്ങൾക്ക് ചെയ്യുമ്പോൾ അത് അതിൻ്റേതായ ഒരു കോഴ്സായിട്ട് എടുത്ത് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടും നിങ്ങൾക്ക് ഈ മൈഗ്രെയിനും അതേപോലെ തന്നെ സൈനസൈറ്റിസിൻ്റെ പ്രോബ്ലവും അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന ഹെഡ് ഏക്കും നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സാധ്യമാകുന്നതാണ് ഈ ഫുഡ് റിഫ്ലക്സോളജിയിലൂടെ. അതിന് നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ മരുന്നുകളോ അല്ലെങ്കിൽ ലേപനങ്ങളോ ഒന്നും ഉപയോഗിച്ച് ചെയ്യുന്നതല്ല. ഫുഡ് റിഫ്ലക്സോളജിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുന്നേ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഓർഗൻസിനെ നമ്മുടെ ഫുഡിലേക്ക് പാദത്തിൻ്റെ അടിവശത്തും വരുന്ന എല്ലാ ഓർഗൻസിനും സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ഈ ഫുഡ് റിഫ്ലക്സോളജി എന്ന് പറയുന്നത്. അപ്പം അതാത് ഓർഗൻസിനെ നമ്മൾ റിഫ്ലക്സ് പോയിന്റിൽ വെച്ച് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ആ റിഫ്ലക്റ്റിൽ ഉണ്ടാകുന്ന ഒരു റിഫ്ലക്റ്റ് ആക്ഷൻ നമുക്ക് ബോഡിയിൽ ഉണ്ടാവുകയും ആ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഓരോ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ സാധ്യമാവുകയും ചെയ്യുന്നതാണ് ഫുഡ് റിഫ്ലക്സോളജി വന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെയുള്ള പ്രോബ്ലം നിങ്ങൾ ഫുഡ് റിഫ്ലക്സോളജിയിലുള്ള ഒരു പരിധി വരെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധ്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് അത് ഫുഡ് റിഫ്ലക്സോളജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഫുഡ് റിഫ്ലക്സോളജി നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു മെഡിസിൻ ഒന്നും എടുക്കാതെ, അഥവാ മറ്റുള്ള കാര്യങ്ങളൊന്നും എടുക്കാതെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ റിസൾട്ട് നന്നായിട്ട് കിട്ടുന്നതായിരിക്കും. ബൈ ആഷ് ബോഷ് ഫുഡ് റിഫ്ലക്സോളജിസ്റ്റ്.